ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ലെസൻ്റെ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ദേവ് ഈസ് ട്രൈങ് ടു ലിസ്റ്റ് ഔട്ട് ദ ഇവൻറ്റ്സ് ഇൻ ദ ഏർലി ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ, ബട്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ. റീഡ് ദ പാസേജ് വൺസ് അഗെയിൻ ആൻഡ് ഹെൽപ്പ് ഹിം റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഹെലൻ കെല്ലറുടെ ഏർലി ലൈഫിലെ കാര്യങ്ങൾ ദേവ് എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അത് കറക്റ്റ് ഓർഡറിലല്ല, അത് ജംപിൾഡ് ഓർഡറിലാണ് കിടക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതണം. എങ്ങനെ എഴുതാം? ആദ്യത്തെ സെൻറ്റൻസ് ഏതാ വരിക? ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ദെൻ ദെയർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിംഗ് ദ ബേബി. മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. Next, Helen learned the word water in her early months. Helen started walking the day she became a year old. Then Helen fell ill. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓർഡർ. ഈ ഓർഡറിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അടുത്തത് നോക്കാം. Choose another suitable title from the options given below for the passage. You may also give one of your own. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദ ക്വസ്റ്റ് ഫോർ എ നെയിം, അൺഫോൾഡിംഗ് ഗ്രീഫ്, സീസൺസ്. അപ്പോൾ ഇതിൽ 3ൽ നിന്നും ഏതായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ? സീസൺസ് എന്നുള്ളത് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആണല്ലേ. 4 കാലങ്ങളെക്കുറിച്ച് അവൾ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. സോ സീസൺസ് സ്യൂട്ടബിൾ ആയിരിക്കും. നമ്മളോടും ഒരു ടൈറ്റിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ എഴുതാം? എ ട്രാൻസ്ഫോംഡ് ലൈഫ്, സ്ട്രഗിൾ ഓഫ് മൈ ലൈഫ്, സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നാണ് റിയൽ ടൈറ്റിൽ. അപ്പോൾ അത് മാറ്റി സ്ട്രഗിൾ ഓഫ് മൈ ലൈഫ് എന്ന് എഴുതാം. ദെൻ ജോയ്ഫുൾ ഏർലി ഡേയ്സ്, ജോയ്ഫുൾ ഏർലി ഡേയ്സ് അത് എഴുതാം. ഇനി അടുത്തത് നോക്കാം. സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്. റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൺ ബിലോ. കുറച്ച് സീസൺസ് ഒക്കെ ഈ പാസേജിൽ നിങ്ങളുടെ ഈ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ട്. സമ്മർ സീസൺ, സ്പ്രിംഗ് സീസൺ, ഓട്ടം സീസൺ, വിൻ്റർ സീസൺ, അങ്ങനെ 4 സീസൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, ആ സീസൺസിലൊക്കെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സീസൺസ് സ്പ്രിംഗ്, അതിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് എങ്ങനെ എഴുതാം? ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സിംഗ് മെലഡിയസ് സോങ്. അതല്ലേ പാസേജിലുള്ളത്? റോബിനും മോക്കിംഗ് ബേർഡും ഒക്കെ നല്ല മധുരമുള്ള ശബ്ദത്തിൽ പാടി. ഇനി സമ്മർ സീസണിൽ എന്താ സംഭവിച്ചത്? റോസസ് ബ്ലൂം ആൻഡ് ഫ്രൂട്ട്സ് റൈപ്പൺ. റോസസ് ഒക്കെ വിരിഞ്ഞു, ഫ്രൂട്ട്സ് പഴുത്തു പാകമായി. ഇനി അടുത്തത് ഓട്ടം സീസണിൽ ഗോൾഡൻ ഫ്രൂട്ട്സ് ഗ്രോ, ഗോൾഡൻ നിറത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ പാകമായി. ലീവ്സ് ഷെയ്ഡ്, ഇലകളെല്ലാം കൊഴിഞ്ഞു. ഇനി വിൻ്റർ സീസണിലോ? ഹെലൻ ഫെൽ ഇൽ, ഷി ലോസ്റ്റ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ്. ഹെലൻ രോഗിയായി, അവൾക്ക് ഹിയറിങ്ങും സൈറ്റും നഷ്ടമായി, കാഴ്ചയും കേൾവിയും നഷ്ടമായി. 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഹൗ മെനി സീസൺസ് ഡു വി ഹാവ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നമുക്ക് എത്ര സീസൺസ് ആണ് ഉള്ളത്? കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. ഓരോ സീസണിൻ്റെയും ഫോട്ടോഗ്രാഫ്സ്, പിക്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നോക്കാം. വിൻ്റർ, ഏതൊക്കെ സീസണാണ് ഉള്ളത്? വിൻ്റർ, സമ്മർ, മൺസൂൺ, ഓട്ടം. അപ്പോൾ വിൻ്ററിൽ ഫ്രം ഡിസംബർ ടു ഫെബ്രുവരി, ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് വിൻ്റർ ഉള്ളത്. സമ്മറിൽ ലാസ്റ്റിംഗ് ഫ്രം മാർച്ച് ടു ജൂൺ, മാർച്ച് മുതൽ ജൂൺ വരെയാണ്. മൺസൂൺ ജൂൺ ടു സെപ്റ്റംബർ ആണ്. ഓട്ടം ഒക്ടോബർ ടു നവംബർ ആണ്. അപ്പോൾ ഇതാണ് 4 സീസൺസ് ഓഫ് ഇന്ത്യ. 5ാമത്തെ നോക്കാം. ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലർസ് മദർ, കേറ്റ് കെല്ലർ. കേറ്റ് കെല്ലർ അമ്മയാണ്, ഹെലൻ കെല്ലറുടെ അമ്മയാണ്. അപ്പോൾ അമ്മയോട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്കൊരു അവസരം കിട്ടി. നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹെലൻ കെല്ലറുടെ അമ്മയോട് ചോദിക്കും? വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹെർ? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കാം? വാട്ട് വെർ യുവർ ഫീലിങ്സ് വെൻ യു റിയലൈസ്ഡ് ഹെലൻസ് ഡിസബിലിറ്റീസ്? ഹെലൻ്റെ ഡിസബിലിറ്റീസിനെ കുറിച്ച് റിയലൈസ് ചെയ്തപ്പം നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരുന്നു എന്ന് ചോദിക്കാം. വാട്ട് വെർ ദ ബിഗസ്റ്റ് ചലഞ്ചസ് യു ഫേസ്ഡ് ഇൻ റേസിംഗ് ഹെലൻ? ഹെലനെ വളർത്തിക്കൊണ്ടുവരുവാൻ നേരിടേണ്ടി വന്ന വലിയൊരു ചലഞ്ച്, വെല്ലുവിളി എന്തായിരുന്നു? വാട്ട് ആർ സം ഓഫ് യുവർ മെമ്മറീസ് ഓഫ് ഹെലൻ? ഹെലനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ എന്ന് ചോദിക്കാം. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഹെലൻസ് അച്ചീവ്മെൻറ്റ്സ്? ഹെലൻ്റെ ഈ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്
തോന്നുന്നത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഓഫർ ടു ദ പാരൻസ്? മറ്റു പാരൻസിനോട് നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയേ ഉള്ളൂ 7ാം ക്ലാസ്സിലെ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ലെസൻ്റെ ആക്ടിവിറ്റീസ്. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെഷൻ. താങ്ക് യു.